ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലുകറി ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. വായോ വീഡിയോയിലേക്ക്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. ഫുൾ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. അതിനായിട്ട് ഞാൻ വാരിയൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം 2 കിലോ വാരിയലുണ്ട്. പിന്നെ കുറച്ച് ബീഫ് കൂടെ ഉണ്ട് കേട്ടോ. ഒരു 1/2 കിലോ ബീഫ് കൂടെ ഉണ്ട്. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നല്ല നെയ്യുള്ളത് കൊണ്ട് ആദ്യമേ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. കാരണം നല്ല നെയ്യുള്ളത് കൊണ്ട് നെയ്യ് ഇഷ്ടമല്ലാത്തവർ കുറച്ച് അത് ഊറ്റിക്കളയാം കേട്ടോ. നല്ല നെയ്യുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തിളച്ച് വരുമ്പോൾ ആ വെള്ളം എടുത്ത് ഊറ്റിക്കളയും. ഊറ്റിക്കളഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര നെയ്യായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ആ തിളച്ച് വരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുത്ത ശേഷം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ആവശ്യാനുസരണം തേങ്ങാക്കൊത്തിടാം. ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് എല്ലുകറിക്ക്. അങ്ങനെ ആദ്യമേ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് ഇറച്ചി വെന്തോ നോക്കാം. നല്ല വേവുള്ള ഇറച്ചിയാണ്. ഇപ്പോൾ അരമണിക്കൂറായി ഇരുന്ന് വേകുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 2 സൈഡും വേകണം. ആദ്യത്തെ വെള്ളം ഊറ്റി കൊടുത്ത് രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതാണ്. അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളി വഴറ്റാം. അപ്പോൾ എണ്ണ വറുത്ത് തേങ്ങാക്കൊത്ത് മാറ്റിയ ശേഷം ഉള്ളി കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നപ്പോൾ ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഉള്ളി വഴറ്റുന്നത്. അത് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് നല്ലപോലെ വഴറ്റണം. ആ സമയത്ത് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. തേങ്ങാക്കൊത്ത് വറുത്ത് മാറ്റി വെച്ചു. ബാക്കി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളിക്കകത്തിട്ട് കൊടുക്കാം. ഇട്ടിക്കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് നമ്മൾ വാരിയെല്ല് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ വശവും വേകാൻ വേണ്ടിയാണ് ഇടയ്ക്കൊന്ന് തവി വെച്ച് ഇളക്കി കൊടുക്കുന്നത്. ഉള്ളി നല്ലപോലെ വഴറ്റി കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. നല്ലപോലെ വഴറ്റിയ ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി നല്ലപോലെ മൂത്ത് വരുമ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഞാൻ വറുത്ത തേങ്ങാക്കൊത്തൂടി ഇട്ട് എല്ലാം കൂടെ ഒന്നിച്ചിളക്കി. ഞാൻ ഇച്ചിരി ഏറെ കരിവേപ്പില ഇടും കേട്ടോ. എല്ലുകറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി ഏറെ കരിവേപ്പില ഇടും. എന്നിട്ട് അരപ്പ് നമുക്ക് എല്ലുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലിൻ്റെ അത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ കറി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലുകറിയും ഉണക്കക്കപ്പയൊക്കെ വേവിച്ച് അതോ പച്ചക്കപ്പ വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിരിക്കും. വ്യത്യസ്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ പിന്നെ കാണാം കൂട്ടുകാരെ. ബായ്.